3 പേര് പോയി കഴിഞ്ഞാലേ മൂഞ്ചി എന്ന് പറയുന്നത് വെറുതെ അല്ലേട്ടോ. പിന്നെ നിങ്ങൾക്കുണ്ടോ ഇതുപോലൊരു വണ്ടി? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, വല്ല സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് ഇങ്ങനെ പണിയും തരും. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോഴാണ് അടുത്ത പണി. ഈ സാമാനം ഊരാനുള്ള സാധനം ഞങ്ങളുടെ ഇല്ല. അങ്ങനെ മൂഞ്ചി തെറ്റിരിക്കുമ്പോഴാണ് ഇത് ബാറ്ററി വാങ്ങാൻ വിട്ടവന്മാർ അത് വാങ്ങിട്ട് വരണേ. എന്റെ മോനെ വാട്ട് ആൻ ഐഡിയ സർജി എന്ന് പറഞ്ഞിരിക്കലല്ല, അതങ്ങോട്ട് മൂഞ്ചി പോയിട്ട് അപ്പോഴാണ് ഇതേ തൊട്ടടുത്തൊരു കടയുണ്ടായി. അവിടെ നിന്ന് ഒരു സ്പാനർ വാങ്ങി പെട്ടപ്പെടാന്ന് പറഞ്ഞ് അയച്ചപ്പോഴാണ് ഇത് അടുത്ത വേറൊരു പണി കിട്ടണം. സാമാനം അയച്ചു, പക്ഷെ തിരിച്ചു വയ്ക്കാൻ പറ്റും. അങ്ങനെ എല്ലാരും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആയി പോയി. പുള്ളിക്കാരൻ ടെൻഷൻ കൊണ്ട് ചാവി ഉണയേണ്ട സ്റ്റാർട്ട് ചെയ്ത്. എന്താലേ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ അവിടെ നിന്ന് അടിയോടെ അടിയായിട്ട് അടി എന്നൊക്കെ പറഞ്ഞിട്ട് സാമാനം ഒരു രക്ഷയിൽ ഓണാവണല്ലോ. അപ്പൊ വേറെ തന്നെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ തള്ളലായി. പിന്നെ അവിടെ നിന്ന് തള്ളലായിട്ട് തള്ളൽ എന്ന് പറഞ്ഞാൽ ഇതാണ് തള്ളലല്ല ചവിട്ടിയാൽ മതിൽ മിടിച്ചാൻ. അപ്പോഴേക്കും നമ്മൾ അടുത്തൊരു ബ്ലോക്ക് ഉണ്ടാക്കി. പിന്നെ വണ്ടി ഇടിക്കാൻ പോണു, വണ്ടി പറന്നു പോണു, എന്തൊക്കെയായിരുന്നു ബഹളം. അങ്ങനെ ഒരു വിധത്തിൽ വർക്ക്ഷോപ്പിൽ എത്തിച്ചോളൂ. നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇതുപോലെ ഒരു അനുഭവം? വഴിയിലൊക്കെ ഇങ്ങനെ വണ്ടി നിന്ന് പോയാൽ ഒരു ജാതി പെടലായിരിക്കും. എന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ ലൈഫിൽ നടക്കുന്നത് വെറുതെ വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടാം. അപ്പൊ ഇതുപോലത്തെ വ്ളോഗുകൾ ആണെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോളൂ. ശരി എന്നാ ഞാൻ പോകുന്നു. ബൈ ബൈ.